ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അതാഷ് വ്ലോഗ്സ്. ഇന്നത്തേത് ഒരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗാണ്. പാർട്ട് 2 വ്ലോഗ് ഓഫ് കൊച്ചിൻ ഷോപ്പിംഗ് ഫോർ ഓണം. ആദ്യത്തെ നമ്മൾ ജയലക്ഷ്മി പോയതായിരുന്നു, പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തത്. ജയലക്ഷ്മിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ കല്യാൺ സിൽക്സിൽ പോയി. അവിടെ നിന്ന് നമ്മൾ ഓണം റിലേറ്റഡ് കുറച്ച് ഡ്രസ്സ് എടുത്തു ആൻഡ് ഉർവശി പോയി കുറച്ച് ഓർണമെന്റ്സ് എടുത്തു. അതിൻ്റെ ഒരു ചെറിയ വ്ലോഗാണ് ഈ പാർട്ട് 2 വ്ലോഗ്. കുറച്ച് സാധനം നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു, ഇവിടുത്തെ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര തിരക്കാണ്, ഓണം റിലേറ്റഡ് ആയിട്ട് ഭയങ്കര തിരക്കാണ്. എന്തായാലും കയറി നോക്കട്ടെ. ഓക്കെ, ആക്ച്വലി ഞാൻ വന്നത് ഇപ്പൊ ഞാൻ കല്യാൺ സിൽക്സിൽ വന്നത് എനിക്ക് ഓണത്തിന് ഒരു ചുരിദാർ അല്ലെങ്കിൽ കുർത്ത മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്കും ഇഷാനും സെയിം ആയിട്ടുള്ളത്. എനിക്ക് എടുക്കുന്ന അതേ ടോപ്പ് അവനൊരു കുർത്ത തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് കുറച്ചുകൂടി ട്രഡീഷണൽ ആണ് ആഗ്രഹിച്ചത്. ഇത് ഓണം റിലേറ്റഡ് ആയിട്ട് കല്യാൺ സിൽക്സിലുള്ള കളക്ഷനാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ്. നമുക്ക് കുർത്തി തയ്ക്കാം, അല്ലെങ്കിൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാം, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം, ഈവൻ സാരീസ് ആയിട്ട് വരെ എടുക്കാൻ പറ്റും. ഇത് നല്ലൊരു പീസാണ് കേട്ടോ. ഇതിനൊക്കെ മീറ്റർ 200 രൂപയെ വരുന്നുള്ളൂ. ഇതെടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് കുർത്ത തയ്ക്കാൻ പറ്റും അല്ലേ? ഇതെന്താ മോഡലാണ് ഇപ്പോഴത്തെ ഓണം റിലേറ്റഡാ? കൊള്ളാം അല്ലേ? ഇത് നമുക്ക് സാരി ആയിട്ട് എടുക്കാം അല്ലേ? സാരി ആയിട്ട് എടുക്കാം, എല്ലാം കൊള്ളാം. എല്ലാം ഇതെല്ലാം ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ഇതിലെ സെമി ജോർജറ്റ്, ബ്രൊക്കേഡ്, ടസ്, പല പല മെറ്റീരിയൽസ് ആണ്. ഇത് ഓർഗൻസയാണ്. ഉപ്പട സിൽക്ക്, ചന്തേരി ഉപ്പട സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ബ്ലൗസോ സാരിയോ ഇനി കുട്ടികൾക്ക് കുർത്തയോ ഫ്രോക്കോ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ്. നൈസ്. ഇത് തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് പാറ്റേൺസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല ഡിസൈൻസ് ആണ് കേട്ടോ. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻസ് ആണ്. അതൊക്കെ മീറ്ററിന് എങ്ങനെയാണ്? 200 അത്രയേ ഉള്ളൂ അല്ലേ? 235. ഓ, സാരിക്ക് അങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇത് 600 ഒക്കെ. ഇതിന്റെ കളേഴ്സ് അവിടെ. ഇത് തന്നെയല്ലേ? ഇത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ. ആ മെറ്റീരിയൽ 1000 ആവും. അതൊക്കെ ബ്ലൗസ് പീസായിട്ട് ഉപയോഗിക്കാം. 1000 എബോ ആവും. നല്ല ഭംഗിയുണ്ട്. കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് പട്ടുപാവാടയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ബോർഡറായിട്ടൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇരിക്കുന്നതൊക്കെ. നല്ല കളേഴ്സാണ്, നല്ല റിച്ച് കളേഴ്സാണ് എല്ലാം. ഇതെന്താ മെറ്റീരിയൽ? ഇത് ബനാറസി. 600. കളർ ഇത് 600-ലൊക്കെ വരുന്ന നല്ല ബനാറസി മെറ്റീരിയൽസ് ആണ്. ഇത് ഓണത്തിന് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ്, കസവ് സാരി ഇല്ലേ, കേരള സാരി എടുത്തു കഴിഞ്ഞാൽ ഗോൾഡൻ കസവൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ കോൺട്രാസ്റ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം നല്ല വെറൈറ്റി കളേഴ്സാണ്. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറായിട്ട് നല്ലൊരു കളറാണ്. ഇതിന് ഈ റേറ്റാ? എടുത്ത് നോക്കാം. കേരള സാരിക്ക് പറ്റിയൊരു കളറാണ്. നല്ല യെല്ലോ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഗോൾഡൻ സെറ്റ് സാരിയുടെ കൂടെ യെല്ലോ ബ്ലൗസ് അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നമുക്ക് നല്ല ബ്രൈറ്റ് ആവും. ഇതിന് കുറേ കളർ ചേഞ്ചസ് ഉണ്ട് അവിടെ. തയ്ച്ചു നമ്മുടെ ഇഷാന് ഒരു ബോയ്സിന്റെ കുർത്തയില്ലേ, ഞാനൊരു
ചുരിദാർ ടോപ്പ് വിത്ത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പും അവനൊരു കുർത്ത അല്ലെങ്കിൽ ഷർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുർത്തയായിരിക്കും നല്ലത്, ബോയ്സിന് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുർത്തയായിരിക്കും നല്ലത്. അപ്പൊ ഇത് എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ അവിടെ എനിക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടത് ഈ ഡിസൈൻ. ഇത് എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഇഷാന് കുർത്ത തയ്ച്ചാൽ രസം ഉണ്ടാവും മനസ്സിലാവുന്നില്ല. ഇത് വേറെ മെറ്റീരിയലാണ്, ചന്തേരി മെറ്റീരിയലാണ്. ലൈനിങ് ഇട്ട് തയ്ക്കേണ്ടി വരും. ഇതായാലും ലൈനിങ് വേണ്ടേ? ശരി, കൺഫ്യൂഷൻ. കൊള്ളാം, ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്, പക്ഷെ ഗോൾഡൻ ആൻഡ് വൈറ്റ് ഇതാ പ്രിന്റ്സ് ആ പോയിട്ട്. ഓഫ് വൈറ്റ് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ബോട്ടം അങ്ങ് ഒത്തിരി വൈറ്റുമായി, ഇത് ഡള്ളുമായി. ഇത് ഏത് മെറ്റീരിയലാ? ഇത് കൊള്ളാം. ഇതാകുമ്പോൾ ഒരു ന്യൂഡ് കളർ, നല്ല വൈറ്റ് അല്ല. ഇത് ബോട്ടം. ഇതാകുമ്പോൾ കോൺട്രാസ്റ്റ് വരും, ബോട്ടം ഇങ്ങനെ വരും. ഇതാകുമ്പോൾ സെയിം അല്ലേ ചേച്ചി? നല്ലത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ബോട്ടം ആൻഡ് കുർത്ത. ഫൈനലി ഞാൻ ഇത് തന്നെ ഉറപ്പിച്ചു. ഈ ഒരു ചന്തേരി മെറ്റീരിയലിൽ ഈ ഗോൾഡൻ ത്രെഡ്സ് പോകുന്നത് എനിക്കൊരു ടോപ്പ് വിത്ത് സ്ലീവ്ലെസ് ടോപ്പും അതുപോലെ ഇഷാന് കുർത്തയായിട്ട് മുണ്ടിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടി എടുത്തു. ഞാൻ ബോട്ടത്തിന് ഈ ഒരു പ്ലെയിൻ ആണ് എടുത്തത് മെറ്റീരിയൽ. ഇതെല്ലാം കോട്ടൺ മെറ്റീരിയൽസ് ആണ്. അതും നിങ്ങൾക്ക് ഇപ്പം ഓണത്തിന് കോട്ടൺസിന്റെ ബ്ലൗസ് തയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാച്ച് വെച്ച് നമുക്ക് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാം. പിന്നെ ഒരു ഫ്ലോർ മൊത്തം മെറ്റീരിയൽസ് ആണ്, ഇഷ്ടം പോലെ മെറ്റീരിയൽ കളക്ഷൻസ് ആണ്. കോട്ടന്റെ മെറ്റീരിയൽസ് ആണ്, അജ്രക് പ്രിന്റ്, അതുപോലെ ഒരുപാട് പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽസ് ആണ്. ഇതിലേതെങ്കിലും എടുത്തിട്ട് എനിക്കൊരു ബ്ലൗസ് പീസും അതുപോലെ ഇഷാൻ ഒരു ഷർട്ടും തയ്ക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല ബ്രൈറ്റ് കളേഴ്സും ഉണ്ട്. ഈ കോട്ടൺ മെറ്റീരിയൽസിൽ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും തയ്പ്പിക്കാം. ലൈക്ക് ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ മെറ്റീരിയൽസ് എടുത്ത് അംബ്രല്ല കട്ട് ചുരിദാർസ് തയ്പ്പിക്കാറുണ്ട്, ടോപ്സ് തയ്പ്പിക്കാറുണ്ട്. ഇത് നല്ല ഭംഗിയാണിത് ഇങ്ങനെ തയ്പ്പിച്ചിടാൻ. ഇനി നിങ്ങൾക്ക് സ്കേർട്ടും ടോപ്സും ഒക്കെ ഇത് വെച്ച് തയ്ക്കാൻ പറ്റും. ആൻഡ് അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് കോട്ടൺ മെറ്റീരിയൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എത്ര വെറൈറ്റി പാറ്റേൺസ് ആണെന്നോ ഇവിടെ. ഇത് ഓണം കളക്ഷനായിട്ട് ചേരൂരി സാരി. ഇത് അഞ്ജുവിൻ്റെ സാരിക്ക്, ഇത് അമ്മയുടെ സാരിക്ക്, ഇത് ജസ്റ്റ് നല്ലൊരു പീസാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം വെയറായിട്ട് എടുത്ത മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ഫോർ മീ ആൻഡ് ഇഷാൻ. അപ്പോൾ ഇത് ഞാൻ കുർത്തയൊക്കെ തയ്പ്പിച്ചിട്ട് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. ബ്ലൗസസ് ആണ്, ഓണത്തിനൊക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ ബ്ലൗസാണ്. ഇല്ലേ, നല്ല ഭംഗിയുണ്ട്. അത് 1340 ആണ്. സെയിം ബ്ലൗസായിരുന്നു എനിക്ക് വേണ്ടത്. മുമ്പ് ഞാൻ കുറിച്ചെടുത്തിട്ട് സ്ലീവ്ലെസ്സും ഉണ്ട് കേട്ടോ. ഇത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ്ലെസ് കുറേ ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ഞങ്ങൾ കല്യാൺ സിക്സിൽ ഷോപ്പിംഗ് കഴിഞ്ഞു ഇറങ്ങിയാണ്. പോയാലോ അങ്ങോട്ട്? ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പം നമ്മൾ മറൈൻ ഡ്രൈവിനടുത്തുള്ള റഹ്മാനിയിലെത്തി ബിരിയാണി കഴിക്കാനായിട്ട് വന്നു. ആൻഡ് അവിടെ നല്ല എപ്പോഴും തിരക്കാണ്, അതുകൊണ്ട് കുറേ നേരം ക്യൂ നിന്നു. ഡ്രൈവിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് രാവിലെ തുടങ്ങി ഞങ്ങൾ ഓട്ടോ ആയിരുന്നു.
ഷോപ്പിംഗ് അതായത് എന്നിട്ട് അപ്പം ഞാനും ആര്യയാണ് നമ്മൾ അവിടുന്ന് വന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് ഇത് നീന എൻ്റെ ബ്ലോഗിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നീന എൻ്റെ കൂടെ എൻ്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്തതാണ്. അവിടെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഇപ്പം ഇൻഫോ പാർക്കിൽ അല്ലേ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കറക്റ്റ്? ഇപ്പോൾ നീന ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളി വൈബുള്ള ആളാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ആളാണ് നീന. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടുന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ നീന ആദ്യം വിളിച്ചു, എടി വരണം, നമുക്ക് മീറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്ന് ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. മക്കളെ നീന അടുത്തെന്താ പരിപാടി? അവിടുന്ന് നമ്മൾ നേരെ കോൺവെന്റ് ജംഗ്ഷനുള്ള ഉർവശിയിലേക്ക് പോവാണ്. എല്ലായിടവും നല്ല ഓണത്തിന്റെ തിരക്കാണ്. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഷോപ്പിംഗ് പോകാനായിട്ട്. നമ്മൾ എത്തിയിരിക്കുന്നത് ഉർവശിയിലാണ്, കൊച്ചിയില് കോൺവെന്റ് ജംഗ്ഷനിലുള്ള ഉർവശിയില്. നേരത്തെ നമ്മൾ ഉർവശിയുടെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ഓണം റിലേറ്റഡ് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്, കുറെ ഓർണമെന്റ്സ്. അപ്പൊ നമുക്കത് കാണാം. ഏതാ ഇപ്പം കേരള സാരി അല്ലാതെ തന്നെ നമ്മള് കേരള സാരി കസവിന്റെ ഒക്കെ ഫ്രോക്ക് ഒക്കെ തയ്ച്ചാ നല്ല 59 പക്ഷെ നല്ല നല്ല കളറും നല്ല സ്റ്റാൻഡേർഡും. അതിന് 799. അതോ വെറൈറ്റി കൊള്ളാം. അതിനെത്ര? 890 അല്ലേ? 890 ഓക്കെയാണ്. നമുക്ക് സെറ്റ് സാരി അല്ല, അല്ലാതെ ഇടാമല്ലോ. ഇല്ലാതെ നമ്മുടെ 890 കണ്ടതിൻ്റെ വേറെ ഒരെണ്ണം 249 ആണ്. 249 ഓക്കെയാ. മറ്റേതിന് 890 അല്ലായിരുന്നു. ഇതിനെത്രയാ? 540. അത് ലേഡായിട്ടില്ല, കുഴപ്പമില്ല. ഇവിടെ എല്ലാം ഫുൾ മാലയുടെ കളക്ഷനാണ്, പക്ഷെ ഭയങ്കര തിരക്കാം. അത് കൊള്ളാം. 530 കൊള്ളാതെ 12,500 അത്. നീനയുടെ കല്യാണത്തിന് ഇതാ നമ്മൾ 210 200. ഇതില്ലേ നമ്മുടെ ഓണത്തിൻ്റെ ഓണം നമ്മുടെ കസവ് കേരള സാരിയുടെ ത്രെഡ് പോലെ. ഈ സ്പൈറൽ ബാംഗിൾസും ഭയങ്കര ട്രെൻഡിങ്ങാണ്. പക്ഷെ ഇതിനകത്ത് ഈ സ്പൈറൽസ് 336 ഉള്ളൂ. ഇതിനിടാം. കുറച്ചുകൂടി പ്രീമിയം, നല്ല ഭംഗിയുണ്ട്. സെറ്റ് സാരി ആയിട്ട് നല്ല സെറ്റ് സാരി കോമ്പിനേഷനാണ്. എത്ര? 1060. ഇവിടെ ജുമുക്ക അതുപോലെ ഇതുപോലത്തെ ഇയറിങ്സിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാ റേറ്റിലും ഉണ്ട് കേട്ടോ. 500 ബിലോ ഉണ്ട്. 150 രൂപ തൊട്ട് 1000 എബോ വരെയുള്ള റേറ്റിലുള്ള ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കമ്മലുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ അല്ലേ പ്രീമിയം ആണ്. 1000 എബോ. ഫുൾ പേഴ്സ് വരുന്നുണ്ട്.
ഇത് ആ ചെട്ടിനാട് പോലത്തെ ഭയങ്കര തിളക്കം, അതെനിക്ക് നല്ല താല്പര്യം. ഇത് സെറ്റ് സാരി, ഓറഞ്ച് ഒക്കെ സെറ്റ് സാരി ആണല്ലേ, സ്റ്റോൺ നല്ല 675. അതെടുത്ത് അത് നമുക്ക് സെറ്റ് സാരിക്കൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് അല്ലേ, 1480 ഭയങ്കര വലിപ്പമുണ്ട്. പക്ഷെ നല്ല സിൽവറിനോടെ എല്ലാത്തിൻ്റെ അല്ലേ, സിൽവറിൻ്റെ കൂടെ ഇടാം, ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാം. അതിനെത്രയാ? 350യോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് 240 ആണ്. നമ്മുടെ സെറ്റ് സാരിക്കൊക്കെ ഇടാൻ 240 ആണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതിന് 50 റുപ്പീസേ ഉള്ളൂ. ഇതൊരു ഭയങ്കര ഇന്നാണ്, ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. സെറ്റ് സാരിയൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. സോ 50 റുപ്പീസാണ്. സിൽവർ ബാംഗിൾസ്, സിൽവർ ലൈക്ക് എൻ്റെ ഒരു സെറ്റ് സാരിക്ക് ഞാൻ സിൽവർ യൂക്കിയാണ് പെയർ ചെയ്യണം. എനിക്ക് സിൽവർ ബാംഗിൾസും വേണം. മജന്ത ബ്ലൗസ് കൊള്ളാം അല്ലേ, നമുക്കൊക്കെ ചെയ്യുന്ന സെറ്റാണ്. ഇത് 148 ഓക്കെയാണ്. സിൽവർ ആൻഡ് മജന്ത, ഇതാണ് എനിക്കൊരു സാരി, സെറ്റ് സാരിക്ക് ഓക്കെ ആയിരിക്കും. ഇവിടുത്തെ കളക്ഷൻസ് സിൽവർ ജുംക്കാസിന്റെ അതുപോലെ സിൽവർ ഇയറിങ്സിന്റെ ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റിയ കമ്മലുകൾ, ആന്റിക് പീസസ് അല്ലാതെ ഇതുപോലത്തെ കുറേ കമ്മലുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയിട്ട് കുറേ നേരം നിന്നു, കാരണം അത്രമാത്രം വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിന് 560. 390 റുപ്പീസാണ്. നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു പീസാണ്. ഗോൾഡ് ആൻഡ് സിൽവർ മിക്സ് ആണ്. അതിൻ്റെ സിൽവർ മാത്രമുള്ളത് 370. നല്ലതാണ്. 245 ആണ്. സെറ്റ് സാരി ഇല്ലേ, അതിന് മാച്ചാവുന്ന ഷെയ്ഡാണ് സിൽവർ ആൻഡ് ഈ ഒരു സ്റ്റോണിന്റെ ഷെയ്ഡാണ് ബ്ലൗസ്. വലിയ പീസ്. ഇത് ഇത് 390. ഇവിടെ 350 വരും. ഈ കുപ്പിവെള്ളയുടെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ കാണുന്ന കുറച്ചുകൂടെ മെറൂൺ അല്ലെ, ഇത് കുറച്ചുകൂടെ ഒരു കുങ്കുമ കളറുള്ള നല്ല കുപ്പികളായിരുന്നു. ഒരുപാടുണ്ട് ഉർവശിയില്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 1-2 സാധനങ്ങൾ എടുക്കുക, പോവാം. ഞങ്ങൾക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഇങ്ങനെ സ്കൂട്ടറിൽ ബ്രോഡ്വേയിലൂടെ പോകുന്നത് കൊച്ചിയിൽ. എപ്പോഴും നല്ല തിരക്കുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഞാൻ യൂഷ്വലി അവിടെ അങ്ങനെ അധികം പോയിട്ടില്ല. ഓണമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഷോപ്പിംഗ് തിരക്കൊക്കെ ആയി വരുന്നു, ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ കോഴിക്കോട് FM സ്ട്രീറ്റ് പോലെയാണ് ഇവിടെ. അങ്ങനെ ബ്രോഡ്വേയിലുള്ളിൽ നമ്മൾ തേടി പിടിച്ച് സിറ്റി കളക്ഷനിലെത്തി. എനിക്കൊരു ഫൗണ്ടേഷൻ ആയിരുന്നു വാങ്ങണ്ടേ, കറക്റ്റ് എനിക്ക് കിട്ടി. ഇറങ്ങിയാലേ ഇപ്പൊ എത്ര നാളായിരുന്നു ഈ ഇടയ്ക്ക് ഇറങ്ങിയത്? ഇത് വെവലീൻ്റെ
സൂപ്പർ സ്റ്റേ 24 hours ഫൗണ്ടേഷൻ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഇപ്പം അതിന് പകരം ഇറങ്ങിയൊരു ഫൗണ്ടേഷൻ ആണ്. ഇത് കുറച്ചുകൂടി ഗ്ലോയി ഫിനിഷ് ആണുള്ളത് ആൻഡ് ബിൽഡബിൾ ഫൗണ്ടേഷൻ ആണ്. ഞാനിപ്പോൾ ഇതെടുത്തു. എൻ്റെ ഷെയ്ഡ് 220 ആണ്. ആക്ച്വലി ഞങ്ങൾ ഉർവശിയിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ 8 മണി. പിന്നെ ബ്രോഡ്വേയിൽ പോയിട്ട് സിറ്റി കളക്ഷൻസിൽ പോയി ആൻഡ് ഇപ്പോൾ ഒരു 8:30 ആയി. അപ്പം ഇന്ന് രാത്രി തിരിക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇവിടെ ഭയങ്കര ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് എനിവേ ഞാൻ ഭയങ്കര ടയേർഡ് ആണെന്ന് ചോദിച്ചാൽ ടയേർഡ് ആയിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര എനർജിയാണ്. ഷോപ്പിങ്ങും കാര്യങ്ങളും വ്ളോഗ് എടുക്കുക. ഞാൻ മെൻ്റലി ഭയങ്കര ഹാപ്പി ആയിരിക്കും ടു ടേക്കിംഗ് വ്ളോഗ് ആൻഡ് ഓൾ. സോ ഹാപ്പി ആയതുകൊണ്ട് എനിക്കത് ബോറടിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഈ ഒരു കുർത്ത ടോപ്പ് ഇട്ടിട്ട് രാവിലെ ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. റൂം ആക്ച്വലി വെക്കേറ്റ് ചെയ്യേണ്ടത് 11 മണിക്കായിരുന്നു. വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ബാഗ്സും ലഗേജ് എല്ലാം അവിടെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് പോകുമ്പോൾ എടുത്താൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ ഈ ഒരൊറ്റ കോസ്റ്റ്യൂമിലാണ് രാവിലെ ജയലക്ഷ്മി പോയി, കല്യാൺ സിക്സിൽ പോയി, കോൺവെന്റ് ജംഗ്ഷനിൽ പോയി ആൻഡ് ഫൈനലി ഹിയർ. പിന്നെ ഉർവശിയിൽ വന്നു. ഈ തിരക്കിനിടയ്ക്ക് എല്ലാം വന്നു ഒറ്റ കോസ്റ്റ്യൂമിൽ ടേക്കിംഗ് എ ലോങ് വ്ലോഗ്. ആൻഡ് അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ഒരു റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യാം മേ ബി. ഓക്കെ ദെൻ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അവിടോട്ട് എത്തി. അപ്പോൾ അതിനടുത്ത് വിശാൽ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു അവിടെ കയറിയാൽ കുറേ വിലക്കുറവിന് ഇങ്ങനെ ലേഡീസ് ഐറ്റംസ്, നല്ല ഫാഷനബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള, അതുപോലെ കുർത്താസും ഒക്കെ ഉണ്ട്. അതുപോലെ കിഡ്സിൻ്റെ സെക്ഷനുണ്ട് നല്ല വിലക്കുറവിൽ, എന്നാൽ വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള. ഇതിപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനാണ് നമ്മൾ കാണുന്നത്. അവിടെ കണ്ടില്ലേ 99 rupees നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വെറൈറ്റി ഓഫ് ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഇഷാന് വേണ്ടിയിട്ട് ഒന്ന് നോക്കി. പിന്നെ എനിക്ക് ഓക്കെ അവന് ഉള്ളപ്പോൾ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അവനോട് വെച്ച് നോക്കിയിട്ട്. പിന്നെ ഇത് കുർത്ത സെക്ഷനാണ്. 299, 199, 399, 499 അങ്ങനെ വെറൈറ്റി ഓഫ് കുർത്താസാണ്. ജീൻസിനായാലും കണ്ടില്ലേ 399, 499 ഒരുപാട് ജീൻസ് വെറൈറ്റി പുതിയ ട്രെൻഡ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അവിടെ. ബാഗി ജീൻസസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഷോപ്പാണ്. ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇഷാന് വേണ്ടിയിട്ട് ഈ 2 ടോയ്സ് വാങ്ങി. ഇനി വീട്ടിൽ പോവാം, ഇനിയെങ്കിലും വീട്ടിൽ പോവാം. ഇന്നത്തെ കൊച്ചിയിലെ സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ ഒന്ന് പോയി കണ്ടു. ആൻഡ് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിങ്സ് ചെയ്തു. ആൻഡ് ഞങ്ങൾക്ക് മെയിനായിട്ട് ഓണം റിലേറ്റഡ് കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു, അതൊക്കെ എടുത്തു. ആൻഡ് പിന്നെ ഞങ്ങളിപ്പം രാത്രിയിൽ തിരിച്ച് പന്തളത്തേക്ക് പോവാണ്. ആര്യയ്ക്ക് കോഴഞ്ചേരിയിലേക്ക് പോകണം, പക്ഷെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ മിക്കവാറും ഇവിടെ ഒരു 10-11 മണിയാവും ഇവിടുന്ന് ബസ് കയറി. അവിടെ നല്ല രാത്രിയാവും എത്തുമ്പം. ബട്ട് എനിവേ ഞങ്ങൾ ഇന്ന് പോവാം, കാരണം നമുക്ക് 2 പേർക്ക് നാളെ ഡ്യൂട്ടിക്ക് കയറണം എന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ഡേ നല്ലതായിരുന്നു. ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റി. ആൻഡ് പിന്നെന്താ, ഇന്നത്തെ നല്ലൊരു വൈബുള്ള ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് കൊച്ചിയിലൊക്കെ ഒന്ന് വന്ന് വല്ലപ്പോഴൊക്കെ എക്സ്പ്ലോർ ചെയ്യും നമ്മുടെ പത്തനംതിട്ടക്കാർ, എൻ്റെ ഫ്രണ്ട്സൊക്കെ. നല്ലൊരു വൈബാണ് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ, ഫാമിലി ആൻഡ് ഈവൻ ഫാമിലിയുടെ കൂടെയൊക്കെ വന്ന് നമുക്ക് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.